ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാർസിസിസ്റ്റിക് ക്യാരക്ടർ എങ്ങനെ തുടക്കത്തിൽ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ആദ്യമേ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നാർസിസിസ്റ്റിക് ക്യാരക്ടർ എന്താണ് എന്നുള്ളതാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആകർഷിച്ച് തൻ്റെ വരുതിയിൽ വരുത്തുക എന്നുള്ളതാണ് നാർസിസിസ്റ്റിക് ക്യാരക്ടറിൻ്റെ പ്രധാന ലക്ഷ്യം. എന്നിട്ട് ആ വ്യക്തിയെ ഉപയോഗിക്കുക. തൻ്റെ ആവശ്യങ്ങൾക്കും തൻ്റെ സന്തോഷങ്ങൾക്കും തൻ്റെ സൗകര്യങ്ങൾക്കും വേണ്ടി മറ്റൊരു വ്യക്തിയെ കാലക്രമേണ ഉപയോഗിച്ച് തൻ്റെ അടിമയാക്കുക എന്നുള്ളതാണ് നാർസിസിസ്റ്റിക് ക്യാരക്ടറിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് എന്താണ്? നാർസിസിസ്റ്റിക് ക്യാരക്ടർ എങ്ങനെയുള്ളതാണ്, എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? ഒരു വ്യക്തി നമ്മൾ പരിചയപ്പെടുന്നു. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. സൊസൈറ്റിയിൽ ജീവിക്കുന്നവർ ഒരുപാട് പേരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ അവരുമായി ഇടപഴകേണ്ടി വരും. എന്നാൽ നമ്മൾ ഇവരെ തിരിച്ചറിയാതെ പോയാൽ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ പോലെ ഇവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ ഇല്ലാതാക്കി കളയും. എങ്ങനെയാണ് ഇവരുടെ പ്രവൃത്തികളെന്ന് നമ്മൾ തുടക്ക സ്റ്റേജിൽ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല ഒരു നീക്കമായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇതിങ്ങനത്തെ ക്യാരക്ടർ ഉള്ളവർ നിങ്ങൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, നിങ്ങളിൽ ഈ ക്യാരക്ടർ ഉണ്ടാവും. ഇതിന് 3 സ്റ്റേജാണ് നാർസിസിസ്റ്റിക് ക്യാരക്ടറിന് ഉണ്ടാവുക. കാലക്രമേണയാണ് ഈ സ്റ്റേജുകളെല്ലാം ഉടലെടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നാർസിസിസ്റ്റിക് പേഴ്സൺ എപ്പോഴും എല്ലാ ബന്ധത്തിൻ്റെയും തുടക്കാവസ്ഥയിൽ ഗ്ലോറിഫൈഡ് സ്റ്റേജ് എന്നറിയപ്പെടും. ഗ്ലോറിഫൈഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നാർസിസിസ്റ്റിക് ക്യാരക്ടറിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനായിരിക്കും നമ്മുടെ മുമ്പിൽ അവർ അവതരിപ്പിക്കുക. നമ്മുടെ ഒരു കുറവും കുറ്റമോ അവ ഒരിക്കലും കാണാൻ ശ്രമിക്കില്ല. നമ്മുടെ കുറവുകളോ കുറ്റങ്ങളോ അവരുടെ ഒരു വിഷയവുമല്ല. അവരെ സംബന്ധിച്ച് അവർ നമ്മളെ ഏറ്റവും നല്ല വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അവർ അപ്രോച്ച് ചെയ്യുകയുള്ളൂ. നമ്മൾ ഏറ്റവും നല്ല വ്യക്തിയാണ്, നല്ല പെർഫെക്റ്റായിട്ടുള്ള വ്യക്തിയാണ്, സ്നേഹമുള്ള വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മളോട് അപ്രോച്ച് ചെയ്യുകയുള്ളൂ ആദ്യ സ്റ്റേജിൽ. എന്നാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ അവരെ കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യുന്നതായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം. അവരെ ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യുക, ഏറ്റവും കൂടുതൽ പുകഴ്ത്തുക, ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, അതായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം. ചില ആളുകൾ തിരിച്ചും ടെമ്പററി സ്റ്റേജിൽ തിരിച്ച് ചെയ്യാറുണ്ട്, തിരിച്ചും ഗ്ലോറിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട് നാർസിസിസ്റ്റിക് ക്യാരക്ടർ. എങ്കിൽ കൂടിയും കാലക്രമേണ ഈ ഗ്ലോറിഫിക്കൈങ് ക്യാരക്ടർ ഒരു സൈഡിലേക്ക് മാത്രമായി മാറുന്നു. നമ്മൾ അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നു, കൂടുതൽ സന്തോഷം ഇങ്ങോട്ട് പ്രകടിപ്പിക്കുന്നു. കൂടുതൽ സന്തോഷം ഇങ്ങോട്ട് പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആവേശമായി, നമ്മൾ കൂടുതൽ അവിടെ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങുന്നു. അവരെത്ര ഗ്ലോറിഫൈ ചെയ്താലും അവരെ ആ ഗ്ലോറിഫിക്കേഷനിൽ അവർക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്തൂ എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ ആ ഗ്ലോറിഫൈ ചെയ്യുന്ന വ്യക്തിയോട് ഒരിക്കലും ഒരു മാനസികമായ അടുപ്പത്തിലേക്ക് അവർ ഒരിക്കലും എത്തുന്നില്ല. ആദ്യത്തെ സ്റ്റേജാണ് ഗ്ലോറിഫൈങ് സ്റ്റേജ്. അത് ഏകദേശം കണ്ടുവരുന്നത് 1 മുതൽ 5 മാസങ്ങൾക്കിടയിൽ ഗ്ലോറിഫൈങ് സ്റ്റേജായിരിക്കും അവരുടെ ക്യാരക്ടറിൽ പ്രകടമാവുക. അത് ഡിപ്പെൻസിൻ്റെ ഇൻറ്റിമസിയുടെ വേരിയേഷൻ അനുസരിച്ച് മാറിയിരിക്കാം. ചിലപ്പോൾ 2 മാസത്തിനുള്ളിലാക്കാൻ ഗ്ലോറിഫൈ സ്റ്റേജായിരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് കടന്നിരിക്കാം. അപ്പോൾ നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല. ആൾക്കാരുടെ ബിഹേവിയറും ഇൻറ്റിമസിയും അവർ ഒബ്സർവ് ചെയ്യുന്ന ആ വിക്ടിം എത്ര വേഗമാണോ വീഴുന്നത് അത്ര വേഗത്തിൽ അവരുടെ ക്യാരക്ടർ വെളിവാകാൻ തുടങ്ങും. നമ്മൾ എത്ര വേഗമാണ് അവരിലേക്ക് കൂടുതൽ ചാഞ്ഞു കൊടുക്കുന്നത് അതിനനുസരിച്ച് അവരുടെ ക്യാരക്ടർ അവർ അടുത്ത സ്റ്റേജിലേക്ക് കൺവേർട്ടാവും. ആദ്യത്തെ സ്റ്റേജാണ് ഗ്ലോറിഫൈങ് സ്റ്റേജ്. ഈ രണ്ടാമത്തെ സ്റ്റേജ് പരിചയപ്പെടാം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബൗണ്ടറി സെറ്റിംഗ് സ്റ്റേജാണ്. ഏകദേശം നമ്മൾ അവരുടെ പരിധിയിൽ വന്നു തുടങ്ങി
ഏകദേശം അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ അടുത്ത സ്റ്റേജിലേക്ക് കൺവേർട്ട് ആവാൻ തുടങ്ങും. എങ്ങനെയാണ് അടുത്ത സ്റ്റേജ്? ബൗണ്ടറി സെറ്റിംഗ് സ്റ്റേജാണ്. അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച്, അവരുടെ സമയങ്ങൾ, അവരുടെ ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക്, അവരുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച്, അവരുടെ പ്രാധാന്യങ്ങളനുസരിച്ച്, അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മൾക്ക് ഒരുപാട് ബൗണ്ടറികൾ അവർ സെറ്റ് ചെയ്ത് തരാൻ തുടങ്ങും. അതായത് ഇന്ന സമയത്ത് വിളിക്കാൻ പാടുള്ളൂ, ഇന്ന സമയത്ത് മാത്രമേ എനിക്ക് സമയമുള്ളൂ, ഇന്ന സമയത്ത് കാണാനായിട്ട് പറ്റില്ല, ഇന്ന സമയത്ത് ഞാൻ വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ കുറേ എക്സ്ക്യൂസുകളോടുകൂടി കുറേ ബൗണ്ടറികൾ നമ്മുടെ ജീവിതത്തിൽ അവർ സെറ്റ് ചെയ്ത് തരും. ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ബൗണ്ടറികളും അവരുടെ മാത്രം ആവശ്യങ്ങളെ കൺസിഡർ ചെയ്തായിരിക്കും. ഒരിക്കലും നമ്മളെ ആവശ്യങ്ങളെ ഒരിക്കലും അവരെന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നമ്മളെന്ന പേഴ്സൺ അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ആ പേഴ്സണിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മാത്രമാണ് ഇവർ ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്നത്. എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒരിക്കലും ആ വ്യക്തി മറ്റേ വിക്ടിം പേഴ്സണ് കൊടുക്കുന്നില്ല എന്ന് പറയാം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് മൂഡ് സെൻസ് സ്റ്റേജ്. ഏതാണ്ട് 6 മുതൽ 8 മാസം 9 മാസം വരെ ആവുമ്പോഴേക്കും ഈ ബൗണ്ടറി സെറ്റിംഗ് സ്റ്റേജ് കംപ്ലീറ്റ് ആയിരിക്കും. ഓരോരുത്തരുടെ ഇൻറ്റിമസി അനുസരിച്ച് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് മൂഡ് സെൻസ് സ്റ്റേജ്. മൂഡ് സെൻസ് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ, വ്യക്തിയും ഒരു ടിഷ്യൂ പേപ്പർ ആവുന്ന കണ്ടീഷനിലേക്ക് ആ വ്യക്തിയെ എത്തിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ വ്യക്തിയെ ടിഷ്യൂ പേപ്പറാക്കുന്നത്? ടിഷ്യൂ പേപ്പർ എന്താണ്? നമ്മൾ യൂസ് ചെയ്യുക, ത്രോ ഔട്ട് ചെയ്യുക. അതാണ് ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ഉപയോഗം. ആ വ്യക്തികൾ കാലക്രമേണ നമ്മളോട് കാണിച്ചിരുന്ന ഇൻറ്റിമസിയും കാലക്രമേണ നമ്മളോട് കാണിച്ചിരുന്ന വാക്ക് പാലിക്കുന്ന കാര്യത്തിലായാലും നമ്മളോട് വിശ്വസ്ത പുലർത്തുന്ന കാര്യത്തിലായാലും നിന്നും അവർ വേരി ചെയ്യാൻ തുടങ്ങും. വേരി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ പിന്നെ തൻ്റെ ബൗണ്ടറികളല്ല, താൻ പറഞ്ഞ വാക്കുകളല്ല, ഒന്നുമല്ല ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മൾ അവർക്ക് കൊടുത്ത വാക്കുകളോ അവർ നമുക്ക് തന്ന വാക്കുകളോ ഒന്നുമല്ല അവർ ഇമ്പോർട്ടൻ്റ്. അവരുടെ മൂഡായിരിക്കും അവർക്ക് ഇമ്പോർട്ടൻസ്. അവരുടെ മൂഡനുസരിച്ച് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കാത്ത കണ്ടീഷനിൽ ദേഷ്യം, വിഷമം, സൈക്കോളജിക്കലായിട്ടുള്ള കുറേ ഇമോഷൻസ് പ്രകടിപ്പിച്ച് അവർ നമ്മളെ ത്രട്ടൻ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിനെ തളർത്തുന്ന രീതിയിൽ അവർ അപ്രോച്ച് ചെയ്യും. ഈ മൂഡ് സെൻസ് സ്റ്റേജിൽ നമുക്കുള്ള വില എന്ന് പറഞ്ഞാൽ വിക്ടിം പേഴ്സണ് ഉണ്ടാകുന്ന വില എന്ന് പറയുന്നത് വെറും ടിഷ്യൂ പേപ്പറിൻ്റെ വിലയായിരിക്കും. തൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന നിമിഷം അവർ ആ വിക്ടിമിനെ ടിഷ്യൂ പേപ്പർ എങ്ങനെ ഉപയോഗിച്ച് തള്ളുന്നോ അതുപോലെ അവർ തള്ളിക്കളയും. പണ്ടത്തെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ പേഴ്സണലായിട്ടുള്ള സ്നേഹബന്ധങ്ങളുടെ ആഴമോ ഒന്നും അവർ ഓർക്കാൻ തയ്യാറാവില്ല. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ സ്നേഹവും സംസാരവും എല്ലാം അവ മറന്നിരിക്കും. ഈ വിക്ടിം സ്റ്റേജിൽ വയ്ക്കുന്ന വ്യക്തി അപ്പോഴേക്കും ഏതാണ്ട് 90% അഡിക്റ്റായി മാറിയിട്ടുണ്ടാവും. ആ വ്യക്തി സ്വയം ഇല്ലാതായി ഉരുകിത്തീരാൻ തുടങ്ങും. പിന്നെ ആ വ്യക്തിയിൽ ആകെ ഉണ്ടാകുന്ന ഒരു മൈൻഡൊരു ഫോഗ് മൈൻഡായിരിക്കും. മൈൻഡൊക്കെ ആകെ ഫോഗ് അടിച്ച് എന്താണ് ചെയ്യേണ്ടത്, ഇനി ഇവരെ കണ്ടിന്യൂ ചെയ്യണോ, ഇവരെ സ്നേഹം യഥാർത്ഥമാണോ എന്നുള്ള വല്ലാത്ത കൺഫ്യൂഷനിലായിരിക്കും ഇവർ ഇരിക്കുക. ആ സമയത്ത് ഇവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ കസ്റ്റമൈസ് ചെയ്യും. ഒറ്റ വാക്കി പറയാൻ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് പണിയുമ്പോൾ എങ്ങനെ ഇരിക്കണം, നമ്മുടെ ഇഷ്ടപ്രകാരം ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഇരിക്കണം,
പ്ലൈ ഇങ്ങനെയുള്ള രീതിയിൽ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അതുപോലെ ഒരു വ്യക്തിയെ അവർ തൻ്റെ മൂഡനുസരിച്ച് സെറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവർ സെറ്റ് ചെയ്ത് ഒരു സമയം വിട്ട് കഴിയുമ്പോൾ മൂഡ് സെൻസ് മാറാൻ തുടങ്ങും. മൂഡ് സെൻസ് മാറുന്ന എപ്പോഴാണെന്നറിയോ? അടുത്തൊരു വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂഡ് സെൻസിൽ ചേഞ്ച് വരും. മൂഡ് സെൻസ് എന്താ സംഭവിക്കുക? അയാളുടെ ഇഷ്ടങ്ങളനുസരിച്ച് നമ്മളോട് കാണിച്ചുകൊണ്ടിരുന്ന ഇൻറ്റിമസി ഒട്ടുമില്ലാതായി മറ്റൊരാളിലേക്ക് തൻ്റെ ഇഷ്ടങ്ങളെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. തൻ്റെ ഇഷ്ടങ്ങൾ ലഭിക്കുന്ന, തൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ആ സാഹചര്യങ്ങളിലേക്ക് അവർ വഴിതിരിയാൻ തുടങ്ങും. വ്യക്തി പ്രാധാന്യമല്ലാതാവും, വ്യക്തിയും ഒരു പ്രാധാന്യമല്ലാതാവും മാറും. ഈ സ്റ്റേജിൽ വ്യക്തിയും വളരെ വൾണറബിളായി വല്ലാണ്ട് ഇല്ലാത്തൊരവസ്ഥയിൽ പോവും. അയാൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാർസിസിസ്റ്റിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ദാറ്റ് ഈസ് ഒരു യൂസിങ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അവരുടെ ക്യാരക്ടർ തന്നെ ടോട്ടലി യൂസ് ചെയ്യണം എന്നൊരു ക്യാരക്ടറായിരിക്കും. ഇവരെ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കമ്പനികൾക്കാണ്. കമ്പനികളിൽ മറ്റുള്ളവർ ഉപയോഗിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ. അങ്ങനെയുള്ള ആൾക്കാർ നാർസിസിസ്റ്റിക് കൂടുതൽ ക്യാരക്ടർ അവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന അവിടെയാണ്, കമ്പനികളിലാണ്. റിലേഷൻഷിപ്പിൽ ഒരിക്കലും നാർസിസിസ്റ്റിക് ക്യാരക്ടർ ഒരിക്കലും ലൈഫ് ലോങ് പാർട്ട്ണർഷിപ്പിന് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. എങ്കിൽ കൂടിയും നമ്മളുടെ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുക. തിരുത്തി കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല, ക്യാരക്ടർ മാറാൻ എളുപ്പമല്ല, വർഷങ്ങൾക്കുണ്ടായ ക്യാരക്ടറാണ്, ഇറ്റ്സ് നോട്ട് ഈസി. എങ്കിൽ കൂടിയും നമ്മൾ തിരുത്താൻ ശ്രമിക്കുക, നല്ല കൗൺസിലിംഗ് കൊടുക്കുക, വല്ലാത്ത ചേഞ്ച് വരുത്താനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. അത് മാത്രമേ അതിന് മാർഗമുള്ളൂ. ഇവരുടെ അൾട്ടിമേറ്റ് എയിം എന്നുള്ളത് ഒരു വ്യക്തിയെ അടിമപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പം നാർസിസിസ്റ്റിക് ക്യാരക്ടർ ഉള്ള വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുമായിട്ട് ബന്ധത്തിൽ ഡിറ്റാച്ച് ചെയ്ത് നിലനിർത്തേണ്ടി വരും. ഇപ്പം നാർസിസിസ്റ്റിക്കിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായല്ലോ, 3 സ്റ്റേജുകളായിട്ട് ടൈം വൈസ് മനസ്സിലായല്ലോ. ആദ്യത്തെ തുടക്കത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഗ്ലോറിഫൈ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മളെ കുറ്റങ്ങളൊന്നും കാണാത്തൊരു വ്യക്തിയായിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ അയാൾ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് 100 വട്ടം പറഞ്ഞ കുറ്റം നമുക്കൊരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു കുറവ്, ആ കുറവ് പോലും അവർ കാണില്ല. അത്രയും സ്നേഹമായിട്ടും ഗ്ലോറിഫൈ സ്റ്റേജിൽ നമ്മോട് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ നാർസിസിസ്റ്റിക് ക്യാരക്ടർ എന്താണെന്ന് അറിയുക. തുടക്ക ക്യാരക്ടറിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇത് വളരെ സഹായിക്കും. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുക. 3 സ്റ്റേജുകളാണ്: ഗ്ലോറിഫൈ സ്റ്റേജ്, ബൗണ്ടറി സെറ്റിംഗ് സ്റ്റേജ്, മൂഡ് സെൻസ് സ്റ്റേജ്. ഈ 3 സ്റ്റേജുകളും ഒബ്സർവ് ചെയ്താൽ, ടൈം ടു ടൈം ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ദേ ആർ നാർസിസിസ്റ്റിക് ക്യാരക്ടർ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.